കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണാൻ പോകുന്നേ സുധിയുടെ കള്ളത്തരൊക്കെ അങ്ങനെ പുറത്തു വരുവാണ്. സുധി എത്ര വലിയ കള്ളനാന്നുള്ള സത്യമൊക്കെ ശ്രുതി അറിയുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. അങ്ങനെ 1,00,000 രൂപ ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്ത് സുധി കൊണ്ടുവരുവാണ്. പക്ഷെ ആ 1,00,000 രൂപ കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ പൈസ കൊണ്ടുവന്ന് കൊടുക്കണ സമയത്ത് ആ പൈസ എണ്ണി നോക്കണം എന്നൊക്കെ പറയാ സച്ചി. പക്ഷെങ്കിൽ ഇതിനൊന്നും ചന്ദ്രമതി സമ്മതിക്കുന്നില്ല. ചന്ദ്രമതി പറഞ്ഞു, എന്തിനാ പൈസ എണ്ണി നോക്കണേ, അവൻ എന്താണെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 1,00,000 രൂപ കാണുമെന്ന് പറയാ. ശ്രുതിക്കാണെങ്കിലോ അത് അതിനേക്കാളും വലിയ ഇൻസൾട്ടായി പോയി. കാരണം തന്റെ ഭർത്താവ് 1,00,000 രൂപ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോ അത് വിശ്വാസമില്ലാതെ അത് വീണ്ടും സച്ചി ശ്രീകാന്ത് വാങ്ങിച്ച് എണ്ണി നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഇൻസൾട്ടാണല്ലോ ശ്രുതിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ശ്രുതി അതിന്റെ പേരിൽ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ സച്ചി ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. സച്ചി പറഞ്ഞു, എനിക്ക് ഈ പൈസ എണ്ണി നോക്കണം, കാരണം ഇവൻ പക്ക ഫ്രോഡാണ്. ഇതിനു മുമ്പ് 50,00,000 രൂപ കൊണ്ട് മുങ്ങിയവനാ. ഇവനിതല്ല ഇതിലപ്പുറത്തെ പരിപാടികളൊക്കെ കാണിക്കുമെന്നും പറയുന്നുണ്ട്. ഇതിന്റെ പേരിൽ ശ്രുതി സച്ചിയുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അതല്ലേലും അങ്ങനെയാണല്ലോ, എന്റെ ഭർത്താവിനെ താഴ്ത്തി കെട്ടാൻ കിട്ടുന്ന ഒരവസരം നിങ്ങൾ മുതലാക്കാതിരിക്കില്ല. എവിടെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നോ അവിടെ എല്ലാം താഴ്ത്തി കിട്ടും. ഇതും കൊണ്ട് നിങ്ങൾക്ക് എന്താ ലാഭമായിരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. പക്ഷെ സച്ചി ഒന്നും മൈൻഡ് ചെയ്യില്ല. സച്ചിയും ശ്രീകാന്തും കൂടെ അങ്ങനെ പണമൊക്കെ എണ്ണി നോക്കണം. നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 4,000 രൂപയുടെ കുറവൊക്കെ വരുന്നുണ്ട്. അങ്ങനെ 4,000 രൂപയുടെ കുറവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതിയുടെ മുഖം അങ്ങോട്ട് താണു. ഇത്ര സമയം വലിയ ആള് കളിച്ച് നിന്ന പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെ അത് ചിലപ്പോൾ ശ്രുതി എന്തേലും കാര്യത്തിന് എടുത്തായിരിക്കും എന്ന് പറയാം. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, നീ വീണ്ടും ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുവാണോടെന്ന് ചോദിക്കും. അവസാനം ശ്രുതിക്ക് ആ സത്യം പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ആ പൈസ ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അവർ പിടിച്ചല്ല, ഞാൻ എടുത്തല്ല എന്നൊക്കെ പറയുവാണ്. ശ്രുതി ആകെപ്പാടെ നാണം കെട്ട് തല താഴ്ത്തി നിൽക്കുക. എല്ലാവരുടെയും മുന്നിൽ ഇത്ര സമയം വലിയ വെയിറ്റ് ഇട്ട് നിന്നാ. ഏറ്റവും സങ്കടം രേവതിക്കായിരുന്നു. പണമൊക്കെ തിരിച്ചു നൽകി. പക്ഷേങ്കിൽ അന്ന് ശരത്ത് ഇവിടെ വന്ന സമയത്ത് ശരത്തിന്റെ കാരണം നോക്കി ശ്രുതി അടിച്ചിട്ടുണ്ടായിരുന്നു, ഈ പണത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട്. പക്ഷേങ്കിൽ അന്നാണെങ്കിലോ അന്ന് ഈ പണം കിട്ടിയതുമില്ല. എന്നിട്ട് അത്രയും വലിയ കള്ളത്തരം ചെയ്തവനാ ശ്രുതി. എന്നിട്ട് ഇപ്പൊ ആണെങ്കിലോ ശ്രുതി വലിയ ആളും കളിച്ച് നിൽക്കുന്നു. രേവതിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറം വരുന്നത്. ശ്രുതിക്ക് ഇത് നന്നായിട്ടറിയാം. രേവതിക്ക് നല്ല ദേഷ്യമുണ്ട് തന്നോടൊന്ന്. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ ശ്രുതി അന്ന് ചെയ്തു കൂട്ടിയത്. പിന്നീട് സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, 4,000 രൂപ കൂടെ തന്നിട്ട് നീ പോയാൽ മതി എന്ന് പറയാ. അവസാനം ശ്രുതി പറഞ്ഞു, ഞാൻ ശമ്പളം കിട്ടുമ്പോൾ തരാന്ന് പറയാ. എവിടുന്ന്? ജോലി ഉണ്ടായിട്ട് വേണ്ട അതിന് ശമ്പളം കിട്ടാനായിട്ട്. ജോലി ഇല്ലെന്നുള്ള കാര്യം മറ്റാർക്കും അറിയത്തില്ലോ, ചന്ദ്രമതിക്കും ശ്രുതിക്കും മാത്രമല്ലേ അറിയത്തുള്ളൂ. ശ്രുതി പറഞ്ഞു, ശമ്പളം കിട്ടുമ്പോൾ തരാന്നൊക്കെ പറഞ്ഞാൽ സച്ചി അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. സച്ചി പറഞ്ഞു, പണം വേണമെന്ന് പറഞ്ഞാൽ വേണം, അതിനൊരു മാറ്റവും ഇല്ല. നീ ഇതിനു മുമ്പ് ഇങ്ങനെ പണം പറ്റിച്ചോണ്ട് പോയിട്ടുണ്ട്, ഇതങ്ങനെ ഇപ്പൊ തന്നു വിടുന്നില്ല. അതുകൊണ്ട് 4,000 രൂപ കൂടെ വെച്ചിട്ട് നീ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ച പിടിയാലെ അവനെ അവിടെ നിർത്തുവാണ്. 4,000 രൂപ പോയിട്ട് 40 രൂപ പോലും കയ്യിലെടുക്കാത്ത അവസ്ഥയാ. എടുക്കാനില്ലാത്തൊരു അവസ്ഥയാണ് ശ്രുതിയുടെ കൈവശം. അവസാനം ശ്രുതി മുറിയിലേക്ക് പോയിട്ട് പൈസ എടുത്തോണ്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ ശ്രുതി രവീന്ദ്രനോട് പരാതിയൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അതെ അവൻ ഒറ്റ എഴുത്തന്നല്ലേ എല്ലാത്തിനും കാരണം. അവൻ ഇതിനു മുമ്പ് ഇതുപോലത്തെയൊക്കെ ചെയ്തുകൊണ്ടല്ലേ. അവൻ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ? അവന് 50,00,000 കൊണ്ട് പോയതുകൊണ്ടല്ല സച്ചി ഇങ്ങനെയൊക്കെ പറയണേ. ആ 50,00,000 അങ്ങ് തിരിച്ചു കൊടുക്കുവാണെങ്കിൽ അവനിങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുവോ? പക്ഷെ അതിന്റെ ഇടയ്ക്കേക്ക് ചന്ദ്രമതി കയറി പറഞ്ഞു, അത് പിന്നെ അവൻ ബിസിനസ് ചെയ്യാനായിട്ട് കൊണ്ടുപോയതല്ലേ. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, ബിസിനസ് ചെയ്തു വന്നിട്ട് ഇല്ലല്ലോ, കണ്ട പെണ്ണുങ്ങൾ ആ പയണം കൊണ്ട് പോയില്ലേ. ഇനിയിപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ നീ ഒന്നും സപ്പോർട്ട് ചെയ്യാനോ ന്യായീകരിക്കാനൊന്നും പോണ്ട. പറഞ്ഞു കേട്ടല്ലോ, എവിടെയെങ്കിലും ഈ പൈസ കൊണ്ടേ വെക്കാൻ നോക്ക്. അല്ലെങ്കിലും എങ്ങനെയാ, നിന്റെ ഈ പൈസ കിട്ടിയിട്ടുണ്ടെ കുരങ്ങന്റെ കൈ പൂമാല കിട്ടുന്ന പോലെയാ. അതെ അങ്ങനെയൊന്നും പറയില്ല രവിയേട്ടാ, ഞാൻ ഈ വീടിന് വേണ്ടിയിട്ടല്ല ചെലവാക്കണേന്ന് ചോദിക്കുക. അപ്പൊ സച്ചി പറഞ്ഞു, എവിടെന്ന്? ഈ വീടിന് വേണ്ടിയിട്ട് എന്താ ചെലവാക്കണേ? അമ്മയുടെ കാര്യത്തിന് വേണ്ടി മാത്രമല്ലേ. പെട്ടെന്ന് ചന്ദ്രമതി തന്റെ അടുത്ത അടവങ്ങോട്ട് എടുത്തു. സുധിയുടെ കല്യാണത്തിന് വേണ്ടി കുറെ കടമൊക്കെ ഉണ്ടെന്ന്. കുറെ കടമുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഈ പൈസ കിട്ടിയിട്ട് വേണം അത് കൊടുക്കാനെന്ന് ഓർത്ത് ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, ഈ പണം കിട്ടിയില്ല നീ എങ്ങനെ കൊടുത്തേനം? രേവതി പെട്ടെന്ന് പറഞ്ഞു, അതിന് ആർഭാടമായിട്ടൊരു കല്യാണമൊന്നും ആയിരുന്നില്ലോ, പിന്നെന്താ കുഴപ്പം? അമ്പലത്തിൽ വെച്ച് താലി കെട്ടുന്നതിന് ഈ 1,00,000 രൂപയുടെ കാര്യമൊന്നും ഇല്ലല്ലോ, കുറച്ച് പൈസ മാത്രം പോരെന്നൊക്കെ ചോദിക്കുക. അത് ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രമതി പറഞ്ഞു, നീയേ നിന്റെ കാര്യം നോക്കിയാൽ മതി, വലിയ വലിയ കാര്യങ്ങളൊന്നും ഇടപെടണ്ടെന്ന് പറയാണ്. സച്ചി കയറി അതങ്ങോട്ട് പിടിച്ചു. സച്ചി പറഞ്ഞു, രേവതി ഇവിടുത്തെയാ, അവൾ ഇവിടുത്തെ മരുമോളാ. ഇവിടെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അവള് കയറി ഇടപെടും. അല്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ, അടുക്കള കാര്യങ്ങളെല്ലാം നോക്കുന്ന എല്ലാം അവള് തന്നെയല്ലേ. അമ്മ ഇതിൽ ഇടപെടാനൊന്നും പോവാറില്ലല്ലോ. പിന്നെ ഒരഭിപ്രായം പറയാൻ നേരത്തെ മാത്രം അവൾക്ക് എന്താ വിലക്കെന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടപ്പം
പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, ആ പറഞ്ഞ ന്യായമാണെന്ന് പറയണേ ഏട്ടൻ. കാരണം ഏട്ടത്തേക്ക് പറയാനുള്ള കാര്യം ഏട്ടത്തെയും പറയട്ടെ, അതിനിപ്പോൾ അമ്മ വിലക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. രേവതി പെട്ടെന്ന്, അല്ലെങ്കിൽ ഈ വീട്ടിലെ ചെലവുകളൊക്കെ നോക്കുന്ന ആരാ? സച്ചിയാണല്ലേ, അതിന് അമ്മ നോക്കാറൊന്നും ഇല്ലെന്ന് പറയാണ്. രവീന്ദ്രൻ പറഞ്ഞു, ആ പറഞ്ഞ ശരിയാ, ഞാൻ റിട്ടയർ ആയതിനു ശേഷം എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സച്ചിയ. ഈ പറയുന്ന സുധി ഒരു 500 രൂപ കൊണ്ട് കൊടുക്കണില്ല, ഇതുവരെ ഏട്ടൻ ജോലിയായെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല എന്ന് പറയാം. ഇത് ശ്രുതിക്ക് ഭയങ്കര ക്ഷേമായിരുന്നു. കാരണം 4 നേരം 3-4 നേരം എല്ലാവരും കഴിക്കുന്നുണ്ട് ഫുഡ് വീട്ടിൽ നിന്ന്. പക്ഷേങ്കിൽ സച്ചി മാത്രമാണ് ചെലവുകളും കാര്യങ്ങളും എല്ലാം നോക്കുന്നത്. അവസാനം ശ്രുതി പറഞ്ഞു, അതെ ഇനി തൊട്ട് ആരും ബുദ്ധിമുട്ടണ്ട, അതെ അവന്റെ ശമ്പളം കിട്ടിക്കുമ്പോൾ ശ്രുതിയുടെ ശമ്പളം കിട്ടിക്കുമ്പോൾ അങ്ങോട്ട് തന്നേക്കാന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോൾ ശ്രുതിയുടെ ഉള്ളിൽ നെഞ്ചിടിപ്പാ. എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ? ജോലിയില്ലാതെ അവിടെ ഇവിടെ തേരാപാര പോയി ഇരിക്കുക എന്നുള്ള കാര്യം തനിക്കേ അറിയത്തുള്ളൂ. ചന്ദ്രമതിക്കും ടെൻഷനായി, ഇവിടെ എന്ത് വിചാരിച്ചേ പറയണമെന്നൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നീട് അതിന്റെ പേരിൽ അവർ തമ്മിലൊരു വഴക്കം നടക്കുന്നുണ്ട്. അതിനുശേഷം മുറിയിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ രേവതിക്കാണ് ആകെപ്പാടെ സങ്കടവും ദേഷ്യം വരുമോ. ഒന്നാമത്തെ കാര്യം, അന്ന് ശരത്ത് വന്നു കഴിഞ്ഞപ്പോൾ ശരത്തിന്റെ കർണത്തടിച്ചാ ശ്രുതി. അപ്പൊ വീണ്ടും പൈസ തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം രണ്ടെണ്ണോടെ പറയാൻ പറ്റിയില്ലല്ലോ എന്നൊരു ടെൻഷൻ രേവതിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ മുറിയിൽ പോയി തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് കയറി വരുവാണ്. സച്ചി വന്നിട്ട് ചോദിച്ചു, നിനക്ക് എപ്പോഴും ഈ ജോലി ഉള്ളോന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടൻ രേവതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. പിന്നെ വീട്ടിലിരിക്കുകയാണെങ്കിൽ പിന്നെ ജോലി ചെയ്യണ്ടേ? നിങ്ങളെപ്പോലെ വല്ലയിടത്തൂടെ ഇറങ്ങിപ്പോകണ പിന്നെ ആ ഒരു കുഴപ്പമുണ്ടോ? ഓ അപ്പൊ സച്ചി പറഞ്ഞു, ഞാൻ വെറുതെ ഇറങ്ങി പോകുന്നതാണല്ലോ, ജോലിക്ക് പോകുന്നല്ലോ എന്ന് പറയാം. ആ അതാ ഞാൻ പറഞ്ഞേ, വീട്ടിലിരിക്കുവാണെങ്കിൽ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യണം, പുറത്തു പോകണമെങ്കിൽ ജോലി ഉള്ളവരാണ് അവിടുത്തെ ജോലി ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലായെന്ന് ചോദിക്കുക. സച്ചിക്കൊന്നും മനസ്സിലായില്ല. എന്തോ ഒരു കാര്യമുണ്ട്, ഇവളുടെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. അതാണ് ഇവളിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ കുരുപ്പ് ഊതിക്കൊണ്ടിരിക്കുന്നത്. രേവതി അടിച്ചു, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുക. എന്ത് ടെൻഷൻ? എനിക്കൊന്നുമില്ല. പിന്നെ നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ ആരോടും ദേഷ്യപ്പെടുന്നു ഇല്ലാന്ന് പറയാ. വെറുതെ കള്ളത്തരം പറയില്ല, എനിക്കറിയാലോ, ഞാൻ കുറെ കാലമായല്ലോ നിന്നെ കാണാൻ തുടങ്ങിട്ടോ. പിന്നെ അന്നെങ്കിൽ പറ, എന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. എന്തോ ഒരു കാര്യമുണ്ട്, അതെനിക്കറിയാം. എന്താ പ്രശ്നം നിന്റെ? ഓ ഇപ്പം മനസ്സിലായി, ഹണിമൂൺ പോകാത്തോണ്ടായിരിക്കും എന്നല്ലേന്ന് പറയാ. ഇത് കേട്ടതും രേവതി പറഞ്ഞു, അതെ ഹണിമൂൺ പോകാത്തോണ്ടാ. എല്ലാവരും ഹണിമൂണിന് പോകുന്നൊക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പൊ ഈയിടെ കല്യാണം കഴിഞ്ഞോളൂ ശ്രുതിയുടെ. അവരാണെങ്കിൽ ആൻഡമാനിലേക്കൊക്കെ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യം പറയുന്നു. ഇവിടെ ചിലരൊക്കെ ഉണ്ട്, ഒരിടത്തും തന്നെ ഇതുവരെയായിട്ടും കൊണ്ടുപോയിട്ടില്ല, ഹണിമൂണും പോയിട്ടില്ല, ഒരിടത്തും പോയിട്ടില്ല എന്ന് പറയാം. ഇത് കേട്ട സച്ചി വെച്ച്, നിനക്ക് ഹണിമൂൺ പോകണോ? ആ ഹണിമൂൺ പോകണം. ഒരു കാര്യം ചെയ്യാം, ഇച്ചിരി ഹണി എടുത്തോണ്ട് ആ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആ മൂണിനെ നോക്കിയിട്ട് കുഴിച്ചാൽ മതി, അപ്പൊ ഹണി മൂണായെന്ന് പറയാണ്. ഇത് കേട്ടതും ദേഷ്യം വന്ന് രേവതിക്ക്. അങ്ങനെയാണോ, അന്നാ നീ കാണിച്ചാലെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ മടക്കിക്കൊണ്ടിരുന്ന തുണിയെല്ലാം ബെഡിലേക്ക് ഇട്ടിട്ട് സച്ചിയുടെ നേരെ അങ്ങ് അടുക്കുവാണ്. പെട്ടെന്ന് സച്ചി ദേ എന്റെ ദേഹത്തേനും കൈവച്ചാൽ ഞാൻ തല്ലൂന്ന് പറയണം. തല്ലുവോ? ഒന്ന് കാണട്ടെ. അന്നാ ഒന്ന് തല്ലി കാണിച്ചെന്ന് പറയണേ. എവിടെ തല്ലും? എന്റെ കയ്യിലാ? അത് എന്റെ മുഖത്താ? അതും എന്റെ കാലില? എവിടെ തല്ലിലെന്ന് കാണിക്കാൻ പറയണം. ഇത് പറഞ്ഞോണ്ട് രേവതി പതുക്കെ കൈക്കിട്ടൊരു തല്ലം കൂടെ കൊടുക്കുകയാണ്. ഈ സമയം സച്ചി പറഞ്ഞു, വേണ്ട എന്നോട് കളിക്കാൻ വരണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അല്ലേലും എനിക്കറിയാം നിങ്ങൾ എന്നെ ഒരിടത്തും കൊണ്ടുപോകത്തൊന്നുമില്ലെന്ന്, പിന്നെ ഞാൻ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞോളെന്ന് പറയാം. ഈ സമയം സച്ചി പറഞ്ഞു, ആണോ, എന്നാ ശരി നമുക്ക് പോയേക്കാം. എവിടെ? അല്ല ടൗണിൽ വരെ പോയേക്കാന്ന് പറയാം. പിന്നെ ടൗണിൽ വരെ ഒന്നും മിണ്ടാതെ പൊക്കോണം, എല്ലാവരും ഇവിടുന്ന് ടൗൺ വരെയല്ലേ എന്ന് വെച്ചാൽ ഹണിമൂൺ ട്രിപ്പ് പോകുന്നതെന്ന് ചോദിക്കാം. അങ്ങനെ നീ പറയരുത്, എൻ്റെ അച്ഛൻ്റെ ഹണിമൂൺ ട്രിപ്പിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞില്ലേ, എൻ്റെ അമ്മേനെ ബസ് കയറ്റി അവിടം വരെ കൊണ്ടുപോയത്, അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേന്ന് ചോദിക്കാം. അതെ നല്ലതാ, ഒരു കാര്യം ചെയ്യാം, അച്ഛൻ ബസ്സെ കയറ്റിക്കൊണ്ട് പോയതല്ലേ, എന്നെ ആ കാറിലൊന്ന് കയറ്റിക്കേട്ട് ഇവിടുന്ന് ആ ടൗൺ വരെ കൊണ്ടുപോയിട്ട് ഇങ്ങ് തിരിച്ചു കൊണ്ടുവന്നാൽ മതി, അതോടുകൂടി ഹണിമൂൺ ട്രിപ്പ് തീരുമല്ലോ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ടെന്ന് പറയാം. ഈ സമയം സച്ചി പറഞ്ഞു, ഞാൻ ആകെപ്പാടെ ടെൻഷനിലിരിക്കുക. എന്ത് ടെൻഷൻ? ഇവിടെ എന്താ ടെൻഷൻ അടിക്കാനായിട്ട്? അല്ല ആ സുധി ആ പൈസ എടുത്തോണ്ട് പോയതാണോ അത് അമ്മ കൊടുത്താണോ നല്ല സംശയം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടതും രേവതിച്ച്, അതെന്താ അങ്ങനെ സംശയം? അല്ല എനിക്ക് അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും കാലമായിട്ടും അമ്മ അങ്ങനെ കൊടുക്കുന്നവളല്ല, അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്താണ്. കാരണം അമ്മ അത്ര എമൗണ്ട് ഒക്കെ സുധിക്ക് കൊടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും, അല്ലെങ്കിൽ അവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതായിരിക്കും എന്നൊക്കെ പറയാ. ഇത് കേട്ടോണ്ട് പുറത്ത് ശ്രുതി നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രുതി കേട്ടു. അപ്പൊ ശ്രുതിക്ക് സംശയം, ഇനിയിപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നൊക്കെയുള്ള. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.